ഹായ് ഗായ്സ്, ഇന്ന് ഓഫ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ബ്രൈറ്റണിൽ വന്നു. എല്ലാ കടകളെല്ലാം കയറി ഇറങ്ങി നടന്ന് നല്ല വിശപ്പുണ്ട് ഗായ്സ്. അപ്പോൾ നന്നായിട്ട് കഴിക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു കൊറിയൻ ഫുഡിൻ്റെ കട കണ്ടെത്തി. അവിടെ ഞങ്ങൾക്ക് കുറച്ച് റെഫറൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ട് കുറച്ച് ഐറ്റംസിൻ്റെ റെഫറൻസ് ആയിരുന്നു ഞങ്ങൾ അതിൽ കയറിയത്. ഞങ്ങൾക്ക് എന്തൊക്കെ ട്രൈ ചെയ്തു എന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത ചീസ് ഹോട്ട് ഡോഗാണ് ആദ്യം വന്നത്. അത് വളരെ യമ്മിയായിരുന്നു. ചീസിൻ്റെ ടേസ്റ്റ് തന്നെ. മെൽറ്റഡ് ചീസ് അകത്തുണ്ട്, പുറത്ത് ഒരു ക്രിസ്പി കോട്ടിംഗ് ഉണ്ട്, നമ്മുടെ KFC പോലെയൊക്കെയുള്ള ഒരു കോട്ടിംഗ്. വി റിയലി എൻജോയ്ഡ് ഇറ്റ്. അടുത്തത് ഞങ്ങൾ ഓർഡർ ചെയ്ത കൊറിയൻ റാമൻ വിത്ത് ഗ്രിൽഡ് ചിക്കന് വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അതുണ്ടാക്കാൻ കുറച്ചധികം സമയം അവരെടുത്തു. അതുകൊണ്ട് ഞാൻ KFC ഓർഡർ ചെയ്ത ഹോട്ട് ഡോഗ് ചീസിൻ്റെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിച്ചിരി സമയം എടുത്തെങ്കിലും ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. നല്ല ടേസ്റ്റി ആയിരുന്നു. സൂപ്പി നൂഡിൽസ് പോലെ കുറച്ച് വെജിറ്റബിൾസും എല്ലാം ഉണ്ടായിരുന്നു, അതിൽ സീസണിങ്ങും എല്ലാം നല്ലതായിരുന്നു. അപ്പം ഈ നൂഡിൽസും ഞങ്ങൾ 3 പേരോടെയാണ് കഴിച്ചത്. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇത് ട്യൂബോക്കി. പറയാൻ ഇച്ചിരി പാടാണെങ്കിലും ഇതൊരു തരം സ്പൈസി കൊറിയൻ റൈസ് കേക്കാണ്. എനിക്ക് വാങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. പിന്നെ ഒരു സ്പൈസി ആണെങ്കിലും ഇതിലവർ ഷുഗർ എന്തോ ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം മധുരം ഉണ്ട്. അപ്പോൾ മധുരവും എരിവും കൂടെ വന്നിട്ടൊരു വ്യത്യസ്ത തരം രുചി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി കുറച്ച് പ്രയാസം ഞങ്ങൾ എന്തൊക്കെ ട്രൈ ചെയ്തു. ഈ കീക്കോ എന്ന ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷോറൂം ഉണ്ട് നമ്മുടെ ബ്രൈറ്റൺ ചോയ്സൽ സ്ക്വയറിൽ. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കി. ആദ്യത്തെ ഒരു ഓറഞ്ച് ഷെയ്ഡായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ബാക്കിയുള്ളവർക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. പിന്നെ രണ്ടാമത് ട്രൈ ചെയ്തത് ഒരു വെൽവെറ്റി റെഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്. അത് വളരെ നൈസാണെന്ന് എല്ലാവരും പറഞ്ഞു, പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും വാങ്ങിയില്ല. ലിപ്സ്റ്റിക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് ഗൈസ്. എനിക്ക് ചേരുന്ന ഷെയ്ഡുകൾ എനിക്ക് അങ്ങനെ കിട്ടാറില്ല. കിട്ടിയാലും ഞാനത് വീട്ടിൽ കൊണ്ടുപോയി നോക്കി കഴിയുമ്പോൾ എനിക്കത് അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വീണ്ടും എപ്പോഴും യൂസ് ചെയ്യുന്ന സെയിം ഷെയ്ഡിലേക്ക് തന്നെ ഞാൻ വീണ്ടും പോരും. അതാണ് എല്ലായ്പ്പോഴും എൻ്റെ സെയിം ഷെയ്ഡ് ഓഫ് ലിപ്സ്റ്റിക്കിൽ നിങ്ങൾ കാണുന്നത്. പിന്നെ ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുന്ന ഒരുപാട് ലിപ് ഷെയ്ഡ് കാണിച്ചുള്ള വ്ളോഗ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷെ അതെല്ലാം കൂടുതൽ ബേസ്ഡ് ഓൺ ഇന്ത്യയിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് ആയതുകൊണ്ടിട്ട് അതൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ ആ ഡേ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഗൈസ്. അപ്പോൾ ബൈ.